എല്ലാവരും അത്രയും ശ്രദ്ധ കൊടുക്കും. അപ്പോൾ രണ്ടുപേരും നമ്മൾ കണ്ണിൽ നോക്കി അറിയാം ഇപ്പോൾ സമയമായി റോൾ ചെയ്യാൻ, ആക്ടറിന് മനസ്സിലായി ഇപ്പോൾ അഭിനയം അത്രയും. അപ്പം നമ്മളെ കൊണ്ട് കഴിയാത്തതുകൊണ്ടല്ല എന്ന് എനിക്ക് തോന്നും. അഡ്വർടൈസ്മെന്റ് വെച്ചാൽ ഭയങ്കര ലക്ഷറി ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയിൽ ഇത്രയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ക്യാരവാനോ അതൊന്നും ഇല്ലാത്തൊരു സെറ്റാണ്. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്ടേഴ്സ് ചെയ്യുന്നു, അവർക്കതാണ്. അപ്പം ഞാൻ അതിനേക്കാളും ഒരു സാഹചര്യം ഇല്ലാത്ത സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. റാങ്കിങ് സിസ്റ്റത്തിനൊന്നും മൈത്രി ചേച്ചി അത്രയും ഒരു ഇത് അവരിങ്ങനെ അതിലൊന്നും വലിയ കാര്യമില്ല, നിനക്കിത് അറിയോ ഇല്ലെന്നുള്ളൂ. കണക്കറിയാവോ, അറിയാന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്, നിനക്ക് അറിയാമെന്നുള്ളത്. അതുപോലെ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രം. അല്ലാണ്ട് ഈ റാങ്ക് ഫസ്റ്റ് ആയിട്ടിരിക്കുന്നതിന് അവരൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും കാണിച്ചില്ല അത്ര. മനുഷ്യരിങ്ങനെ പലവിധമാണ്. അവർ മറ്റുള്ള മനുഷ്യരെ പറ്റിയിട്ട് അവരുടെ കമന്റ് ചെയ്യേണ്ടാത്ത കാര്യത്തിലും കമന്റ് ചെയ്യും, പേഴ്സണൽ കാര്യങ്ങളിലും ഇടപെടും. എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ നല്ലപോലെ ഇരിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല, അതിൽ കാര്യമില്ല എന്നൊക്കെ ഞാൻ തന്നെ മനസ്സിലാക്കി എനിക്കത് പോയി. കനി എന്ന ആക്ടറിന് സ്ക്രിപ്റ്റ് എത്ര റെലവെന്റ് ആണ് ഫോർ യു ടു ആങ്കർ ഇൻ ടു ദ ക്യാരക്ടർ? ഓർ ഈ നറേഷൻസ് കേൾക്കുന്ന പല ആക്ടേഴ്സ് ഉണ്ടോ? ഡു യു ഫീൽ നറേഷൻസ് വർക്ക് ബെറ്റർ? എന്താണ് വാട്ട് വർക്ക്സ് ഫോർ യു? എനിക്ക് വായിക്കണം, എനിക്ക് തിരക്കഥ എഴുതിയത് ഉണ്ടെങ്കിൽ അത് വായിക്കുന്നതാണ് ഏറ്റവും. വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ മനസ്സിലാവുന്നത്. അതിനുശേഷം ചിലപ്പോൾ ചില ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ റൈറ്റേഴ്സിനോ നറേറ്റ് ചെയ്യണം. അവർക്ക് പറയുന്ന അവർ എഴുതിയതിനേക്കാളും അവർക്ക് നറേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് അതൊരു മറ്റൊരാളിലേക്ക് എത്തിയെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അയച്ചു തരൂ, ഞാൻ വായിക്കട്ടെ. ഞാനൊരു ഡിസിഷൻ അതൊന്നും എടുക്കില്ല. അപ്പോൾ കാരണം ദേ ഓൾസോ വോണ്ട് ലൈക്ക് അങ്ങനെ ഡിസൈഡ് ചെയ്താൽ ചിലപ്പോൾ ഇതല്ലെങ്കിലും. അപ്പോൾ എപ്പോഴും അങ്ങനെ നറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് രണ്ടും ഞാൻ ചെയ്യും. കാരണം എനിക്കിതും വേണം. അപ്പോൾ രണ്ടും കൂടി ആയിട്ടാണ് എനിക്ക് ഐഡിയൽ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഡു യു സ്റ്റേ ഇൻ ദ ക്യാരക്ടേഴ്സ്? സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പലരും കേട്ടിട്ടുണ്ട് ദേ സ്റ്റേ ഇൻ ദ ക്യാരക്ടേഴ്സ് ദ ഹോൾ ടൈം ആൻഡ് വീട്ടിൽ ചെന്നാലും ചിലപ്പോൾ ക്യാരക്ടറിലായിരിക്കും എന്നൊക്കെ ഞാൻ പലരും പറയണ കേട്ടിട്ടുണ്ട്. അത് സംഭവിക്കാറുണ്ടോ കനിക്ക്? ഇല്ല ഒട്ടുമില്ല. അങ്ങനെയല്ല, ഒട്ടുമില്ല എന്നല്ല, അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ്, ഓരോരുത്തരുടെയും കംഫർട്ട്, ഓരോരുത്തർക്കും ആ പെർഫോം ചെയ്യാൻ അവരുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാനുള്ള ഓരോരുത്തരുടെയും ടെക്നിക്കും ഓരോരുത്തരുടെ രീതിയാണ്. ചില സിനിമയ്ക്ക് ചിലപ്പം അതും ഒരു പെർമനന്റ് ഒരു ടെക്നിക്ക് എന്നും ഇതായിരിക്കും ഞാൻ ഉപയോഗിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആക്ട്രസ് എപ്പോഴും മാറ്റുന്നുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെയാണ് എന്തായാലും അറ്റ്ലീസ്റ്റ്. ചില സിനിമകൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും തിരിച്ച് വീട്ടിൽ പോയിട്ടും അങ്ങനെ ഒന്നും സെറ്റിലും ഞാൻ അങ്ങനെ ഒന്നും. ഇപ്പം ചിലപ്പോൾ നമ്മൾ എടുക്കാമെന്ന് പോകുന്നതിന് കുറച്ച് മുമ്പ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എനിക്ക് ആസ് ആൻ ആക്ടർ തോന്നുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നൊരു സാഹചര്യം വേണം എന്ന് തോന്നാറുണ്ട്. അത് ഡിപ്പെൻഡ്സ്, ഇത് അഗെയിൻ സീനിൻ്റെ പോലെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സാധനമാണെങ്കിൽ അപ്പോൾ അതിന് ചുറ്റും ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്യുമ്പം ഒരുപാട് ബഹളം വയ്ക്കും ആളുകൾ. ഇതെടുക്കുക, ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ. എനിക്ക് അതത്ര ഐഡിയൽ സിറ്റുവേഷൻ അല്ല. അപ്പോൾ അത്രയും ബഹളം ഉള്ളപ്പോഴും നമ്മളെങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നു, അതാണല്ലോ. അപ്പോൾ എനിക്ക് ആ കോൺസെൻട്രേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലത് എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഗോറില്ല ഷൂട്ട് ചെയ്യുമ്പം ഈ ബഹളമൊന്നും ഇല്ലാണ്ട്, ഗോറില്ല ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലപ്പോൾ സമയത്ത് അങ്ങനത്തെ സ്ഥലത്തുള്ള ഷൂട്ടിങ്ങിന് ഒരലർച്ചയോ ഷൗട്ടിങ്ങോ ഒന്നും ഇല്ലാണ്ട് എല്ലാവരും അത്രയും ശ്രദ്ധ കൊടുക്കും. അപ്പോൾ രണ്ടുപേരും നമ്മൾ കണ്ണിൽ നോക്കി അറിയാം ഇപ്പോൾ സമയമായി റോൾ ചെയ്യാൻ, ആക്ടറിന് മനസ്സിലായി ഇപ്പോൾ അഭിനയം അത്രയും. അപ്പം നമ്മളെ കൊണ്ട് കഴിയാത്തതുകൊണ്ടല്ല എന്ന് എനിക്ക് തോന്നും. ഒരാൾ ഇപ്പോൾ ഡയറക്ടർ അതേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ADs അങ്ങോട്ട് ഓടും. 5 ADകൾ 25 പേരോട് പറയുന്നു, ആ 25 പേരും കൂടെ ഒരു കപ്പ് നോക്കാൻ ഓടുന്നു. അപ്പം അങ്ങനെ ഒരു കയോട്ടിക് ഇത് ഉണ്ട് നമ്മുടെ ഞാൻ എല്ലായിടത്തും വർക്ക് ചെയ്തപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അത്. പക്ഷെ ഈ പറഞ്ഞ പോലെയുള്ള അതില്ല, സമയം പോകുന്നു, അല്ലെങ്കിൽ കുഞ്ഞു വാവകൾ സെറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അതോ വാവ ഉറങ്ങുമൊക്കെ ആണെങ്കിൽ എല്ലാവരും നിശബ്ദമായിട്ട് ചെയ്യുന്നു. എല്ലാവർക്കും കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടും ചെയ്യുന്നു എല്ലാവരും. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ ക്വസ്റ്റ്യൻ, നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോഴും നോർത്തിൽ എസ്പെഷ്യലി മുംബൈയിൽ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഡിഫറൻസ് എന്താണ് കനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത്? കോണ്ടന്റ് ഒക്കെ എനിക്ക് കേരളത്തിലാണ് കൂടുതൽ ഇഷ്ടം. നമ്മളുടെ റൈറ്റിംഗ് ആണെങ്കിലും ആക്ടേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇവിടെയുള്ള ആൾക്കാരെ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ വർക്കിംഗ് കൾച്ചർ എനിക്കൊന്ന് ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ബെറ്റർ ഉണ്ടാവാം. എനിക്ക് കുറച്ചും കൂടെ ഒരു പ്രൊഫഷണൽ ഡീലിങ്സ്, നമ്മൾ ഒരു വണ്ടി വരുന്ന കാര്യമാണെങ്കിലും ഇപ്പം കോൾ ഷീറ്റ് അയക്കുക, നമുക്ക് എല്ലാത്തിനെ പറ്റിയിട്ടും ധാരണയുടെ നാളെ ഏതൊക്കെയാണ്, അവരെല്ലാ ഇൻഫർമേഷനും നമുക്ക് ഫോണിൽ തന്നെ ഉണ്ടാവും, അത് തരും, അല്ലെങ്കിൽ ഈ സൈറ്റ്സ് കറക്റ്റ് സമയത്ത് തരും. അങ്ങനെ കുറേ നമ്മൾ ചോദിക്കാതെ തന്നെ ഒരു ആക്ടറിന് ആ ക്യാരക്ടർ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും
ഓട്ടോ പൈലറ്റായിട്ട് അവരെ ഒരു സിസ്റ്റം വണ്ടേ ഉള്ളത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങൾ. ചിലതൊക്കെ നമുക്ക് വേണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വേണ്ടാത്തത് ഉണ്ടാവാം, അതൊരു ഇങ്ങനെ റിച്വലിൻ്റെ ഭാഗമായി നടക്കുന്നത് ഉണ്ടാവും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ വിത്തൗട്ട് യു ആസ്കിങ് അത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഫോർ ദ പാർട്ട് യു ആർ പ്ലേയിങ് ആ ഡീറ്റെയിൽസ്, ഇനി നിങ്ങളുടെ കൺവെൻസും പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആണെങ്കിൽ അതാണെങ്കിലൊക്കെയും വളരെ ഓട്ടോ പൈലറ്റ് ആൻഡ് ഫാസ്റ്റായിട്ട് അത് നടക്കുന്നു അവിടെ, ബോംബെയിൽ പ്രത്യേകിച്ച്. ബാക്കിയുള്ള സ്ഥലത്ത് എനിക്കറിയില്ല. കേരളത്തിൽ കുറച്ച് ബാക്കി എല്ലായിടത്തും കുറച്ച് കയോട്ടിക് ആണ് എല്ലാ കാര്യങ്ങളും, ഈ കമ്മ്യൂണിക്കേഷനൊക്കെയും. പക്ഷേ ഷൂട്ടിൻ്റെ സ്ഥലത്തുള്ള അലർച്ചയും ഷൗട്ടിങ്ങും ഒക്കെ അവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ചില സെറ്റ് ഇൻഡിവിജ്വലി ഇല്ലാത്തവരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് കുറേയും കൂടി പെൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ ഇവിടെയും ഇപ്പോൾ എന്താ പറയുക 10-12 വർഷമൊക്കെ നോക്കുമ്പം എനിക്ക് ഓർമ്മയുണ്ട് സൗമ്യ വന്ന സമയം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു പെൺകുട്ടിയൊക്കെ ചിലപ്പോൾ നമ്മൾ ചില സിനിമയിൽ കാണും. അത് വെച്ച് ഇവിടെയും കൂടുതൽ പെൺകുട്ടികളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഓൾറെഡി അത് സന്തോഷമാണ്. ബോംബെ ഉറപ്പായിട്ടും വളരെ കൂടുതൽ പെൺകുട്ടികളുടെ ഇതുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് യു നോ, സൺഡാൻസിൽ വേറൊരു സിനിമ പോയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പ്രീമിയർ ചെയ്തിരുന്നു ജനുവരിയിൽ, ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡയറക്ടർ ഷുചി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയാണ്. അതിൽ 50% മോർ സ്ത്രീകളായിരുന്നു ഫുൾ ക്രൂ. DOP, ഫോക്കസ് പുള്ളർ എല്ലാം സ്ത്രീകളായിരുന്നു. ഐ ഹവ് നെവർ ബീൻ ഓൺ എ സെറ്റ് ലൈക്ക് ദാറ്റ്. 70%-80% പെണ്ണുങ്ങളാണ് എല്ലാം സിനിമ മൊത്തം റൺ ചെയ്തത്. പ്രൊഡക്ഷൻ ഡൈനാമിക്സ് എനി ഡിഫറെന്റ്? വെരി മച്ച്. സോ റിച്ചാർഡ് ചഡ്ഡ ആയിരുന്നു പ്രൊഡക്ഷൻ. അങ്ങനെ എല്ലാവരും പെണ്ണുങ്ങൾ എല്ലാം അവിടെ ഇതായിരുന്നു. മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് ഒന്ന് പ്രീതി, എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയുണ്ട്, പ്രീതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. ആ കുട്ടിക്ക് സൺഡാൻസിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഐ ഡോണ്ട് തിങ്ക് ഇന്ത്യൻസിന് അങ്ങനെ കിട്ടിയിട്ട് തന്നെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അമ്മയായിട്ട് ഞാനായിരുന്നു അഭിനയിക്കുന്നത്. എല്ലാം പെൺകുട്ടികളായിരുന്നു. ഡൈനാമിക്സ് ഇസ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ഈ ഷൗട്ടിങ് തിങ്. ഒരു ഷൗട്ടിങ് ഇല്ലാത്തൊരു സെറ്റായിരുന്നു അത്. എല്ലാവരും വളരെ സമാധാനത്തിൽ ഷൂട്ട് ചെയ്യുന്നു എല്ലാ ദിവസവും. ഞാൻ ഇവിടെ അതിനി പെണ്ണുങ്ങളായതുകൊണ്ട് മാത്രമാണോ എനിക്കറിയില്ല. ചിലപ്പോൾ ചില സമയം നമുക്കൊരു കൺട്രോൾഡ് എൻവയോൺമെൻറ്റ്, കൂടുതലും വീട്ടിലായിരുന്നു ഷൂട്ട്, അങ്ങനെയൊക്കെ ആകാം. പക്ഷേ എന്നാൽ ഫുള്ളി അതുകൊണ്ടും അല്ല, കാരണം വീട്ടിൽ മാത്രമായിട്ടൊക്കെ ഷൂട്ട് ഞാൻ അല്ലാത്ത സെറ്റിലും പോയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നു ഈ പറഞ്ഞ പോലെ മിക്കവരും പുറത്തും വർക്ക് ചെയ്തിട്ടുള്ള സ്ത്രീകൾ ഇന്ത്യൻ ആണ്, പക്ഷേ ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും പുറത്ത് US പഠിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വർക്കിംഗ് കൾച്ചറും അഗെയിൻ ഇങ്ങനെ നമ്മളെല്ലാ ദിവസവും രാവിലെ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ കോസ്റ്റ്യൂമൊക്കെ മാറുന്നതിന് മുമ്പ് നമ്മൾ സീൻ റിഹേഴ്സൽ ചെയ്യും ഡയറക്ടറിൻ്റെ കൂടെ. അപ്പോൾ ഡയറക്ടർ പറയും, ശുചി പറയും, ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റം പറയും. ശുചി ഓൾമോസ്റ്റ് ഹാപ്പി ആയി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് കൊറിയോഗ്രാഫി കുറച്ചൊക്കെ ഇമോഷണൽ ഇതും നമുക്കറിയാം അങ്ങനെ. അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ DOPനെ കാണിച്ചു കൊടുക്കും. അതൊരു സ്ത്രീയായിരുന്നു. അവരെ കാണിച്ചു കൊടുക്കും ഇങ്ങനെയാണ്. അപ്പോൾ അവർ പറയും, എനിക്ക് ഇവിടം വരെ വരണോ, ഇത് ഒരു ഇത്തിരി വരെയാണെങ്കിൽ എനിക്ക് കുറച്ച് എളുപ്പമുണ്ട്, അല്ല ഇനി അവിടെ വരെ വരണമെങ്കിൽ എന്നോട് പറയൂ, ഞാൻ അങ്ങനെ ലൈറ്റ് ചെയ്യും. അപ്പം എനിക്കതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ആക്ഷൻ. എനിക്ക് ആസ് എൻ ആക്ടർ അവിടെ വരെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യും. ഇല്ലെങ്കിൽ ഓക്കെ അത് കുഴപ്പമില്ല, എനിക്ക് ഇവിടെ വരെ വന്നാലും മതി. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും ഡയറക്ടറും DOPയും കണ്ടു കഴിഞ്ഞിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും HODകളെ അവർ വിളിക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ ഈ സീൻ ഇന്നിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന സീൻ ഞങ്ങൾ ആക്ടേഴ്സ് കോസ്റ്റ്യൂം ഇട്ടിട്ടില്ല, മേക്കപ്പ് ഇട്ടില്ല, ഒന്നുമില്ല, നമ്മൾ അതിൽ കാണിച്ചു കൊടുക്കും. അത് കഴിയുമ്പോൾ DOP പറയും, ഞാൻ ഈ സീൻ്റെ ഇവിടെ ഈ ലൈറ്റ് ഇവിടെ ഇതായിരിക്കും, ഇവിടെ ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കും. അപ്പം ആർട്ട് ഡിസൈൻ എന്തെങ്കിലും ഇവിടെ ഉള്ളത് നല്ലതാണ്, അത് ബ്ലോക്ക് ചെയ്യാൻ. DOP ലിറ്ററലി ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, അവർ എന്താ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ അതെല്ലാം പറയുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ് ആ സീൻ സെറ്റ് ചെയ്യാൻ പോകുന്നു, ഗ്യാഫേഴ്സ് ലൈറ്റിൻ്റെ ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം മേക്കപ്പ് ഇടാൻ പോകുന്നു. എന്നിട്ട് എല്ലാവരും ഡിസ്പേഴ്സ് ചെയ്യും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒത്തിരി സമയം ലാഭിക്കുന്നു. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അവർ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് എൽസ് ഐ ഹാവ് ഡൺ ബിഫോർ. അത് മാത്രമല്ല ശുചിയുടെ വേറൊരു പ്രത്യേകത, ശുചി ഇങ്ങനെ നമ്മൾ ഒരു ഇതുണ്ടാവും, ഒരു ഓക്കെ അമ്മ മോൾ സ്കൂളിൽ നിന്ന് ലേറ്റായിട്ട് വരുമ്പോൾ വഴക്ക് പറയുന്ന ഒരു സീനാണ് അമ്മ എന്നുണ്ടെങ്കിൽ അതെടുക്കും. അത് കഴിയുമ്പോൾ പറയും അത് മോൾക്ക് അത് കാരണം വിഷമം വരുന്ന പോലെ ആണ് നമ്മളിപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ചിലപ്പോൾ പ്രീതി എൻ്റെ കോ ആക്ടറോട് പറയും ഇപ്പോൾ വിഷമമൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ, പുച്ഛമായിരിക്കും ഉള്ളത്, അങ്ങനെ ഇമോഷൻ ഫുള്ളി മാറ്റും. അതുപോലെ അമ്മയ്ക്ക് ഇപ്പോൾ ദേഷ്യമല്ല, അമ്മ ജസ്റ്റ് കൺസേൺ ആയിട്ട് പറയുന്നത്, പക്ഷേ എങ്ങനെയെങ്കിലും മോള് വീണ്ടും അമ്മ ഇഷ്ടപ്പെടണം, ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞ പോലെ അങ്ങനത്തെ രീതിയിൽ. സോ ബേസിക്കലി ശുചി എല്ലാ സീനും വേറെ 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 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് കോമ്പിനേഷനും പ്രോബബിലിറ്റിയും 2 ആക്ടേഴ്സ് അല്ലെങ്കിൽ 3 ആക്ടേഴ്സിൻ്റെയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അത് സൺഡാൻസിൽ പ്രീമിയർ ജനുവരിയിൽ കഴിഞ്ഞു. അതെനിക്ക് ശരിക്കും ക്യൂരിയോസിറ്റിയാണ് കാണാൻ. കാരണം എന്തായിരിക്കും എൻ്റെ ക്യാരക്ടർ ശരിക്കും എനിക്കറിയില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻ ആണെന്നുണ്ടെങ്കിൽ ഷീ ബിക്കംസ് ദിസ് പേഴ്സൺ. പക്ഷേ ഇൻ എഡിറ്റിംഗ് ടേബിൾ ഷീ ഹാസ് ഓൾ കൈൻഡ്സ് ഓഫ് വെറൈറ്റി. അപ്പം അതും ഞാൻ അങ്ങനെ ചെയ്തില്ല. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ എനിക്ക് ഈ ഒരു ഷൗട്ടിങ്ങും ഇല്ല, സമാധാനത്തിൽ ഷൂട്ട് ചെയ്യുന്നു,
വളരെ സമാധാനത്തിൽ ഷൂട്ട് ചെയ്തൊരു ഷൂട്ടാണ് അത്. ഞാൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഷൂട്ട് ഇൻ ടേംസ് ഓഫ് അതിൻ്റെ ഈ ക്രിയേറ്റീവ് സൈഡിലുള്ള ആൾക്കാരെല്ലാം ഒരു രക്ഷയില്ലാത്ത, ഇതിനൊക്കെ മൊത്തം സ്ത്രീകൾ. എനിക്ക് കനി ശരിക്കും ഐ ഡോണ്ട് നോ, ഐ കുഡ് ഹാവ് എ 5-hour കോൺവെർസേഷൻ വിത്ത് യു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല ചോദ്യങ്ങളും മനസ്സിൽ വരുന്നുണ്ട്. ഐ ഹാവ് ടു കർട്ടെയിൽ ഇറ്റ് ആൻഡ് പ്രോബ്ലി മൂവ് ഓൺ ടു അനദർ സബ്ജക്റ്റ്. ആ ഒരു ഡിലമ വളരെ റെയർലി സംഭവിക്കാറുള്ളൂ കേട്ടോ. ബട്ട് യെസ്, ഐ നോ, ഐ എം ജസ്റ്റ് ഗോയിങ് ബാക്ക് ഇൻ ടൈം. തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട്, ഓഫ് കോഴ്സ് ഫിലിംസ്, മലയാളം സിനിമ, അതിനുശേഷം ബാക്കിയുള്ള ലാംഗ്വേജസ്, ഇതൊക്കെ ശരിയാണ്. ഈ എക്സ്പീരിയൻസസ് എല്ലാം ഗ്യാതേർഡ് അപ്പ് ടു ബി ദിസ് ഈ ഫൈൻ ആർട്ടിസ്റ്റ് ദാറ്റ് യു ആർ ടുഡേ. പക്ഷെ അതിനേക്കാളും വലിയത് എനിക്ക് തോന്നുന്നു കനിയുടെ ചൈൽഡ്ഹുഡ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് കനീനെ ഇന്നൊരു ആർട്ടിസ്റ്റായിട്ട് ഷേപ്പ് ചെയ്തത്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ് ദാറ്റ് ഹൗ യുവർ ചൈൽഡ്ഹുഡ് ഷേപ്ഡ് യു ആസ് എൻ ആർട്ടിസ്റ്റ്? ഞാൻ ആക്ടർ എന്ന് പോലും പറയില്ല. എനിക്കൊന്നും അത്രയും അത് എനിക്ക് ആർട്ടിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ എനിക്ക് ഒരു സൈഡിൽ കൂടെ മനസ്സിലാവുന്നില്ല ഇങ്ങനെ. കാരണം എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ് ഈസ് എ മച്ച് ബിഗർ ടേം ദാൻ ആൻ ആക്ടർ അഗെയിൻ ഫോർ മീ. അപ്പോൾ ആക്ടറിന്റെ ബോക്സിൽ ഇട്ടാൽ തന്നെ, ആക്ടർ എന്നുള്ള ബോക്സിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ നമ്മുടെ കൾച്ചറലി വരുന്ന നമുക്കുണ്ടാവുന്ന ബാഗേജസ് ഉണ്ടാവാം, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളതും കൾച്ചറലി ഉണ്ടാവുന്ന ചില ബാഗേജ് ആസ് എൻ ആക്ടർ നമുക്കുണ്ടെങ്കിൽ ചില ക്യാരക്ടർ ചെയ്യാനും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഏറ്റവും അഡാപ്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു സഹായം ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം അതൊക്കെ ഒരാൾക്ക് വേണം, ഒരാളുടെ നെസസിറ്റി ആണെന്നൊന്നും പറയുന്നില്ല, അത് ഷുഡ് ബി പ്രൊവൈഡഡ്. ഇപ്പം പെട്ടെന്ന് തുണി മാറാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് മാറുമ്പോഴത്തേനും അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയും ക്രൗഡഡ് ആണ്, അങ്ങനെ ഒരു എബിലിറ്റി ടു ബി എന്തൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് അത് പൊരുത്തപ്പെടാനുള്ള ഒരു മനസ്സ് എനിക്ക് കൂടുതലും വന്നത് എന്നെ വളർത്തിയ രീതി കൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് പറ്റാത്ത കുറേ കാര്യമുണ്ട്. ഇപ്പം എനിക്ക് ചൂട് സഹിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് ചൂട് വരുമ്പോഴത്തേനും എൻ്റെ ദൈവമേ എനിക്ക് പറ്റത്തില്ല, അങ്ങനെയൊക്കെ തോന്നും. അപ്പം ഞാൻ അവിടെ എങ്ങനെ അത് ഇല്ലാതെ തോന്നാം എന്നൊക്കെ ഞാൻ ആലോചിക്കും. പക്ഷെ അതുപോലത്തെ വേറെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക്. ഇപ്പോൾ ഈവൻ പായലിൻ്റെ സിനിമ ആണെങ്കിൽ പോലും വളരെ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ ഒന്ന് ഇന്ത്യൻ കോ പ്രൊഡക്ഷനാണ്, ഇന്ത്യക്കാർ കൂടുതലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് പറയും, ഉഫ് നിങ്ങളൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ അഭിനയിച്ചു, ഒന്നും ഞങ്ങൾക്ക് തരാം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയിൽ ഇത്രയൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ക്യാരവാനോ അതൊന്നും ഇല്ലാത്തൊരു സെറ്റാണ്. അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ആക്ടേഴ്സ് ചെയ്യുന്നു, അവർക്കതാണ്. അപ്പം ഞാൻ അതിനേക്കാളും ഒരു സാഹചര്യമില്ലാത്ത സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പാലിന്റെ സിനിമയിൽ അത്രയൊക്കെ നെസസിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക്. ചില സമയത്ത് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം എന്നല്ല, അതൊക്കെ സഹിക്കാവുന്ന ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ചില ഒന്നും ഇപ്പം ഞാനും എൻ്റെ വേറൊരു ആക്ടർ ഞങ്ങൾ പണ്ടൊരു സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യണം, നമുക്കൊരു ബാത്റൂം ഉണ്ടാവില്ല, നമുക്ക് തുണി മാറാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ പുറകെ പോയി ചെയ്താലോ, ആ മരമാണ് കേട്ടോ നമ്മുടെ ബാത്റൂം, ഈ മരമാണ് നമ്മുടെ എന്താണ് ഉടുപ്പ് മാറുന്ന സ്ഥലം. ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ഇപ്പോൾ എനിക്ക് നാണം ഉണ്ടെന്ന് ഇരിക്കും, ഭയങ്കര ആരെങ്കിലും കണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ഒരു ബാഗേജ് എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, പാടായിരിക്കും. അപ്പം പല ആക്ടേഴ്സ് ഇതൊക്കെ ഓവർകം ചെയ്ത് ഇങ്ങനെയൊന്നും അച്ഛനമ്മമാരൊന്നും ഇതൊന്നും അല്ലെങ്കിൽ ഓവർകം ചെയ്ത് വരുന്നവരുണ്ട്. നാച്ചുറലി നമ്മുടെ സിറ്റുവേഷൻ ആകുമ്പോൾ ആളുകൾ അങ്ങനെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടെ നേരത്തെ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് അങ്ങനെ കുറേ ഉള്ള നമുക്കൊരു അതുപോലെ ഇവിടെ ഇങ്ങനെ ചെയ്താൽ നമുക്കങ്ങനെ കുറേ കാര്യത്തിലൂടെയാണല്ലോ നമ്മൾ വളരുന്നത്. അതൊക്കെ കുറച്ച് അത് കുഴപ്പമില്ല എന്ന് ഉണ്ടായത് എനിക്ക് തോന്നുന്നു മൈത്രനും ചേച്ചിയും ഒരു നിനക്കപ്പോൾ ശരിയും തോന്നുന്നത് കുറെ കൂടെ ലൈറ്റായിട്ട് കാര്യങ്ങൾ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ വെച്ചാൽ അത് കുഴപ്പമില്ല എന്നുള്ളൊരു ആ ലൈറ്റ്നെസ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് ചിലപ്പോൾ അവർ വളർത്തിയതിൻ്റെ ഒരു ഗുണം. അതെനിക്ക് കുറച്ചുകൂടെ ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കിട്ടുന്നതിനേക്കാൾ ഈസി ആയിട്ട് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ അവർ കാരണം, അത് ചിലപ്പോൾ നല്ല അത് അവർ കാരണമാണ് ഒരു മെയിൻ കാരണം. അപ്പോൾ അതെനിക്ക് ഒരു പക്ഷേ പല ആക്ടേഴ്സും ഇങ്ങനെ ഒരു അച്ഛനമ്മയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പല സാഹചര്യത്തിൽ കൂടി കടന്നു പോവുമല്ലോ ഒരു ഷൂട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ ലൈറ്റ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞത് ഒരു ചെറിയ കനിയാണ്. ഒരു 7-8 വയസ്സുള്ളൊരു കനിക്ക് സ്കൂളിൽ പോകുമ്പോഴും അച്ഛനും അമ്മയും കല്യാണം കഴിച്ചിട്ടില്ല, ഒരു ഔട്ട് ഓഫ് വെഡ്ലോക്ക് ഉള്ള കുട്ടി. ആൻഡ് അതൊരു കോൺഷ്യസ് ഡിസിഷനായിട്ട് ഇൻഫാക്ട് ഒരു സൊസൈറ്റിയുടെ കറൻറ്റിന് കൗണ്ടർ കറൻറ്റായിട്ട് മൂവ് ചെയ്ത് തന്നെ തീരുമാനിച്ചെടുത്ത ഒരു കപ്പിളുടെ മകളായിട്ട് വളരുമ്പോൾ ഈ ഒരു ലൈറ്റ്നെസ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തതാണോ, അതോ ഇറ്റ് വാസ് എ ഹെവിനെസ് ആൻഡ് എ ഹ്യൂജ് ബാഗേജ് ടു ക്യാരി ടിൽ എ സർട്ടൻ ഏജ്? ആൻഡ് ഈ ഒരു ബാഗേജ് എപ്പോഴാണ് കനിയുടെ ഷോൾഡറിൽ നിന്ന് പോയത്?
അതായത് അച്ഛനും അമ്മയും കല്യാണം കഴിച്ചിട്ടില്ല. ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നിന്ന് നമ്മുടെ നോർമൽ കുറെ സമൂഹത്തിൽ കുറച്ച് ബാഗേജ് അല്ല, ഇങ്ങനെ ഉറപ്പായിട്ടും മാറി നിൽക്കുന്ന ആൾക്കാർ എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി മനുഷ്യ സഹജമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ക്യൂരിയോസിറ്റി മാത്രമേ ഉള്ളായിരുന്നു. അല്ല, കുട്ടി ഇപ്പം മുതിർന്ന ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടി ഇപ്പം സ്കൂളിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ നമുക്ക് അപ്പം ഏറ്റവും വിലപ്പെട്ടത്, കുറച്ചും കൂടി ചെറുതിലെ എനിക്കായിരുന്നു. അപ്പം അവരിങ്ങനെ നീ കനി എന്തിനാ അച്ഛനെ പേര് വിളിക്കുന്നത്? അപ്പം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നാലും അയാൾ അച്ഛന്ന് വിളിച്ചാൽ മതി, എന്തിനാ മൈത്രയെന്ന് വിളിക്കുന്നത്, അമ്മ ചേച്ചി എന്ന് വിളിക്കുന്നത്, എന്തോ ഇങ്ങനെ. എൻ്റെ കൂട്ടുകാരും ചെറുതിലെ 7-8 വയസ്സൊക്കെ ഉള്ളപ്പോൾ, ഇത്രയോടെ വലുതായപ്പോഴല്ല, ചെറുതായിരിക്കുമ്പം. അപ്പം എനിക്കിങ്ങനെ കുറേ നേരം അത് കേൾക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരടുത്ത് പറയും, അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ വിളിക്കുമോ? അവർ കുട്ടികളും ആ വലിയ ആൾക്കാരെ പോലെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പെരുമാറുമല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് പോലെ തോന്നുമായിരുന്നു ചില സമയത്ത്. പക്ഷെ എനിക്ക് തോന്നുന്നു 10 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അവരും മൈത്രയാന്നാ വിളിക്കുന്നത്, അവരും ജയ്ശ്രീ ചേച്ചിന്നാ വിളിക്കുന്നത്. അല്ലാതെ അവരും മൈത്രയുടെ അങ്കിളെന്നോ ആൻറ്റിന്നോ അല്ല, അവരും മൈത്രയാ കനി മൈത്രയുടെ അങ്ങനെയായിരുന്നു എൻ്റെ. അപ്പം അവരോട്ട് ഇടപെടുമ്പോൾ അവരും അങ്ങ് മാറി. അപ്പം അത്രയില്ല. പിന്നെ എനിക്ക് കൂടുതലും മുതിർന്ന ആൾക്കാരുടെ ഉണ്ട്. ഇപ്പം ഇപ്പം ജഡ്ജ്മെന്റലായിട്ട് ജയശ്രീ ചേച്ചിയെ പറ്റി പറയുന്നതോ അല്ലെങ്കിൽ മൈത്രനെ പറ്റി പറയുന്നതോ എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർ പറയുന്നത്. ഇതെന്താ എൻ്റെ അച്ഛനമ്മയെ പറ്റി അവർ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിയായിട്ടുള്ള ആൾക്കാരല്ല, മോൾ എന്തായാലും കുഴപ്പമില്ലാതായി, ഇങ്ങനെയൊക്കെ പല രീതിയിലും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു. എനിക്കൊന്നൊരു നാടകം 14-15 വയസ്സ് വരെയൊക്കെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡും ട്രൂത്ത്ഫുള്ളും ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പം എന്തെങ്കിലും കള്ളത്തരം അവരുടെ തോന്നിയിരുന്നെങ്കിൽ ചിലപ്പം വേറെ ആൾക്കാർ പറയുന്നതുമായിട്ട് നമുക്കൊക്കെ അങ്ങനെ എനിക്ക് ഒട്ടും അനുഭവിക്കാൻ പറ്റുന്നില്ല. അതെൻ്റെ അച്ഛനും അമ്മ ആയതുകൊണ്ട് പോലും അല്ല, ഒരു ഇന്റഗ്രിറ്റി. എനിക്ക് ഇന്റഗ്രിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മൂമ്മ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മരിച്ചുപോയി പക്ഷെ ഉള്ളതാണെങ്കിലും എൻ്റെ അമ്മൂമ്മ ഇപ്പം ഞാൻ വീട്ടിൽ വരുമ്പോൾ മീൻ വറുത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ ഒളിച്ചു നിർത്തിയിട്ട് മോളെ ഒരെണ്ണം നീ എടുത്തോ. അപ്പം എനിക്കത് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അമ്മൂമ്മ എനിക്ക് എല്ലാവർക്കും കൊടുക്കണം. എൻ്റെ അമ്മൂമ്മയ്ക്ക് പക്ഷെ എന്നോട് അങ്ങ് കൂടുതൽ സ്നേഹം. അപ്പം കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ട് എനിക്ക് അത് തരുന്നു, അങ്ങനെയല്ലേ? അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. കുട്ടിക്കാലത്ത് ഇതാരും പറഞ്ഞു തന്നിട്ടല്ല, എനിക്കെന്തോ അത് ഇഷ്ടമല്ല. അമ്മൂമ്മയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയുക, അവർ സ്നേഹിക്കുന്ന അങ്ങനെയാണല്ലോ, നമ്മുടെ ആൾക്ക് കൂടുതൽ കൊടുക്കുക അങ്ങനെ. അപ്പം എനിക്കെന്ത് കുട്ടിക്കാലത്ത് അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമല്ല. അല്ലാത്ത അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരെല്ലാവർക്കും കൊടുക്കും. എൻ്റെ അമ്മയും കൊടുക്കും. പക്ഷെ എന്നാലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ചോദിക്കണം. ഈ അമ്മ എന്ന് പറയുന്നത് അതെ അതെ, അമ്മയ്ക്ക് എന്നോട് ചോദിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കണതിന് മുമ്പ് നിനക്ക് ഓക്കെ ആണോ, അമ്മയ്ക്ക് കൊടുക്കാൻ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ചോദിക്കണം. അപ്പം എനിക്ക് ചോദിക്കണ പോലെ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്, ഉറപ്പായിട്ട് എല്ലാവർക്കും കൊടുക്കുക, ഷെയർ ചെയ്യുക എന്നുള്ളതാണല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് മൈത്രേനും ജയശ്രീ ചേച്ചിയും ഇമ്പാർഷ്യൽ അവരുടെ മോളാണെങ്കിലും അങ്ങനെ ഒരു പാർഷ്യാലിറ്റി കൂടെയുള്ള ആരോടോ വേറെ കുട്ടികൾ വന്നാലോ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ 1-2 പഠിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടുവെക്കുമ്പോൾ മൈത്രേനൊക്കെ അതൊരു അപ്രീഷിയേറ്റ് ഞാനിത് വേറെ ആൾക്കാരോട് പറയാൻ ഓ അച്ഛൻ അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നൊക്കെ വലുതായിട്ട് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവരങ്ങനെ കാണും. പക്ഷെ എനിക്കത് അങ്ങനെയല്ല എൻ്റെ ഇമോഷണൽ എക്സ്പീരിയൻസ്. ഇപ്പം മൈത്രേനെ ചേച്ചി പറയും, ഇപ്പം നിന്റെ ക്ലാസ്സിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ 50-52 പേരെന്തോ ഉണ്ട്. അപ്പോൾ നീ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ ഒരാൾ സെക്കൻഡ്. അപ്പോൾ അതൊരു ഇങ്ങനെ ഒരു എന്താ പറയുക, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിലുള്ള റാങ്കിങ് സിസ്റ്റത്തിനൊന്നും മൈത്രി ചേച്ചി അത്രയും ഒരു അവരിങ്ങനെ അതിലൊന്നും വലിയ കാര്യമില്ല. നിനക്കിത് അറിയോ ഇല്ലെന്നുള്ളൂ, കണക്കറിയാവോ, അറിയാന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്, നിനക്ക് അറിയാന്നുള്ളത്. അതുപോലെ മക്കളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രം. അല്ലാണ്ട് ഈ റാങ്ക് ഫസ്റ്റ് ആയിട്ടിരിക്കുന്നതിന് അവരൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒന്നും കാണിച്ചില്ല അത്ര. അപ്പോൾ ഐ വാസ് ഓൾസോ തിങ്കിങ് ദാറ്റ് ഇസ് റൈറ്റ് എന്നാണ് എനിക്കും ആ പ്രായത്തിൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇടയ്ക്ക് മറ്റവർക്ക് കിട്ടണം, നീ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് എല്ലാവരും മറ്റവർക്ക് ഫസ്റ്റ് അങ്ങനെ. അപ്പോൾ എനിക്ക് ഞങ്ങൾ ഫ്രണ്ട്സും കുറച്ച് അങ്ങനത്തെ രീതിയിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാവരും കുറച്ച് അങ്ങനെ ഒരു സഹകരണ മനോഭാവം, അല്ലെങ്കിൽ ആ രീതിയിൽ കോമ്പറ്റീറ്റീവ് ആയിരുന്നില്ല. ഞാനും അതേ എൻ്റെ കൂട്ടുകാരും ഒക്കെ ഞങ്ങൾ കുറച്ച് അങ്ങനെ വളർന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ മൈത്രി ചേച്ചിയും പലപ്പോഴും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ, അവരുടെ ഒരു അഡ്വൈസ് പറയുന്നതിൽ വളരെ ഇമ്പാർഷ്യൽ ആൻഡ് ഒരു ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കുന്നവരായിട്ടാണ് ഞാൻ എപ്പോഴും അനുഭവിച്ചിട്ടുള്ളത്. എൻ്റെ അച്ഛനും അമ്മ ആയതായിട്ടുള്ള ഒരു കാര്യവും ഇല്ല. എന്നുവെച്ചാൽ ഞാൻ അവരുടെ അച്ഛൻ അമ്മയുണ്ട് എനിക്ക് എന്തൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ അല്ലായിരുന്നു. അതേസമയം ബാക്കി സ്നേഹിക്കുന്നവർ സ്നേഹം കാണിക്കുമ്പം യു ആർ സ്പെഷ്യൽ, ഐ വിൽ ഗിവ് ദിസ് ഫോർ യു.
അതല്ല. അപ്പം എനിക്കെന്തോ മറ്റതായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പം വേറെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളോ മൈത്രേനോ ചേച്ചിയോ അവർ ഇത് ശരിയല്ല, എനിക്ക് ഒരു ശരിയല്ലാത്തൊരു കാര്യം അവർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല. ബിക്കോസ് അവരെപ്പോഴും നമുക്ക് ചോദിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇതിങ്ങനെ. അപ്പോൾ അവർ കൃത്യമായിട്ടൊരു ഇതാ പറയാം. അതുപോലെ നമ്മളൊരു തെറ്റ് ചെയ്താലും മൈത്രേന ചേച്ചിയും ചോദിക്കാം അതെന്താ നീ അങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ അത് പറയുമ്പോൾ നമുക്ക് തന്നെ തെറ്റാണെങ്കിൽ അയ്യോ തെറ്റാണല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ. ആ ഒരു നമ്മുടെ ഒരു മനസാക്ഷി ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മുടെ മനസാക്ഷിയിൽ നമുക്ക് ശരിയേത് തെറ്റേതെന്ന് ചിന്തിക്കാനുള്ളൊരു അതിനെ എനേബിൾ ചെയ്യാനാണ് മൈത്രേന ചേച്ചി കൂടുതൽ ശ്രമിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ഒരു ബാഗേജ് ക്യാരി ചെയ്യുന്ന ഈ നമുക്ക് ഇഷ്ടമുള്ള വേറെ ആൻറ്റിമാര് എന്താ ജയശ്രീ സാരി ഉടുക്കുന്ന നേരെ അല്ല, അല്ലെങ്കിൽ കമ്മൽ മാല എന്താ ഇടാത്തത്, അവരെന്താ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ എനിക്ക് അവരും എൻ്റെ അച്ഛനമ്മയും ഇഷ്ടപ്പെടണം, അങ്ങനത്തെ ഒരു ഹേർട്ട് വരിക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ടീനേജ് വരെയൊക്കെ. പക്ഷെ എനിക്കൊന്നും ഞാൻ തന്നെ വളരുകയും വായിക്കുകയും നാടകം കളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ മനുഷ്യരിങ്ങനെ പലവിധമാണ്. അവർ മറ്റുള്ള മനുഷ്യരെ പറ്റിയിട്ട് അവരുടെ കമൻറ്റ് ചെയ്യേണ്ടാത്ത കാര്യത്തിലും കമൻറ്റ് ചെയ്യും, പേഴ്സണൽ കാര്യങ്ങളിലും ഇടപെടും. എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ നല്ലപോലെ ഇരിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല, അതിൽ കാര്യമില്ല എന്നൊക്കെ ഞാൻ തന്നെ മനസ്സിലാക്കി. എനിക്കത് പോയി, അത്ര നാളേ ഉള്ളൂ, അത് കഴിഞ്ഞപ്പില്ല. കനി എന്നാണ് അച്ഛനും അമ്മയും അതായത് മൈത്രേനും ജയശ്രീ ചേച്ചിയും അവരോട് ചോദിച്ചത് ദാറ്റ് വൈ ഡിഡ് യു ടേക്ക് ദ ഡിസിഷൻ നോട്ട് ടു ഗെറ്റ് മാരിഡ്? ഇവരൊരു കപ്പിളായിരുന്നു, ഒരു കുഞ്ഞുണ്ട് ഇടയ്ക്ക്, എന്തുകൊണ്ട് നിങ്ങൾ ആ ഡിസിഷൻ എടുത്തു എന്നുള്ളൊരു ചോദ്യം അച്ഛനോടും അമ്മയോടും ഉണ്ടായിരുന്നു. ഇവിടെ മൈത്രേന ഇവിടെ ഇല്ലല്ലേ, ഓക്കെ, ഇവിടെ വീടില്ലല്ലേ, ഓക്കെ. പക്ഷെ മൈത്ര എനിക്ക് കാണാൻ തോന്നുന്നു അപ്പം തന്നെ വരും, ലൈക്ക് അത്രയും അങ്ങനെ ഒരു വരില്ല, അങ്ങനെ അങ്ങനെ മൈത്രേന എന്തൊക്കെ പറയും അത് പ്രവർത്തിക്കും. പക്ഷെ അതേപോലെ ഹീസ് ദെയർ ഫോർ യു. ആള് മരിച്ചുവോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആങ്സൈറ്റി കുട്ടിക്കാലത്തുനിന്ന്. അപ്പം ഞാൻ കൊച്ചിലേ ഇങ്ങനെ ആലോചിക്കുന്നത് അമ്മ മരിക്കണേന് മുമ്പ് ഞാൻ മരിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനും അമ്പലത്തിൽ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നത് മെയിനായിട്ട് അതിന് എനിക്ക് ആ ലോകം ആലോചിക്കാൻ പറ്റുന്നില്ല. എൻ്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സിനും അവർക്ക് ആരെയും വേണം. അപ്പം ഞാൻ എപ്പോഴും ഇവരും എൻ്റെ പോലെ ആയിരുന്നെങ്കിൽ ഞാനും അവളും കൂടി താമസിക്കാം, അതാണ് മൈ ഐഡിയൽ ലൈഫ്. ഐ ഓൾവേസ് തിങ്ക് എന്നിട്ട് അവൾക്ക് ആരെങ്കിലുമൊക്കെ പറയാൻ. അപ്പോൾ അവരിടയ്ക്ക് വീട്ടിൽ വരും പോകും, അവർ സ്ഥിരമായിട്ട് വന്നിരിക്കണ്ട എനിക്ക്. എന്നെ ആരെങ്കിലും പ്രേമിക്കുന്നവർ ഇടയ്ക്ക് വരുന്നു, അവർ പോകുന്നു, ആരും സ്ഥിരമായിട്ട് വന്നിരിക്കണ്ട എനിക്ക്.